ടോക്സിക് എന്നുള്ള പടമൊക്കെ ഇറങ്ങി. ഈ ഒരു പടം ഇറങ്ങിയതിന് പിന്നാലെ ഒരുപാട് പേര് എയറിലായി. അതിൽ തന്നെ യാഷണ്ണനെ നമ്മുടെ ഗീതു മോഹൻദാസ് എയറിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, പടം പൊട്ടിയത് മാത്രമൊന്നും അല്ല ഇത്രയും ട്രോളിനുള്ള കാരണം. ജസ്റ്റ് ഒരു പടം പൊട്ടിയത് മാത്രമാണ് കാരണം എന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു പടം ഈ ഒരു നാട്ടിൽ പൊട്ടുമല്ലോ. അപ്പോൾ ആ പൊട്ടുമ്പോൾ ഉള്ളാവുന്ന ഒരു എഫക്റ്റ് മാത്രമേ ഇതിലുണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷേ സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ സംവിധായിക ഗീതു മോഹൻദാസ്, ഇദ്ദേഹത്തിന് തന്നെ ഒരു ചരിത്രമുണ്ട്. നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇങ്ങേർക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. കഴിഞ്ഞ കാലത്തിൽ ഇങ്ങേര് പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കസബ എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് വുമൺ ഒബ്ജക്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഒബ്ജക്റ്റായിട്ട് കാണുന്ന ഒരു പരിപാടിയാണോ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഈ പറഞ്ഞ പാർവതി തിരുവോത്ത് എല്ലാവരും കൂടെ കൂടിയിട്ട് WCCയിൽ അന്ന് എല്ലാവരും കൂടെ പ്രതിഷേധിച്ചു. അപ്പോൾ പ്രതിഷേധിച്ചതിൽ പ്രധാനമായിട്ടുള്ളൊരു മെമ്പർ ഇങ്ങേര് തന്നെയായിരുന്നു. അതേ ഇങ്ങേരാണ് 10-12 വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റിഫിക്കേഷനെ മെയിനായിട്ട് കാണിക്കുന്ന ഒരു പടം എടുത്തിട്ട് എങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു പടം എടുത്തെന്നുള്ളത് മാത്രമല്ല, ഒരു വലിയ ഡിസാസ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പടത്തിൻ്റെ കണ്ടവരെല്ലാം തന്നെ മോശപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം കൂടെ ഞാൻ വഴിയെ പറയാം. ആദ്യമേ തന്നെ ഈ ഒരു കേസ് ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയ വള്ളി ഇങ്ങേർ അന്ന് പിടിച്ചു വെച്ചതാണ്. അതിൻ്റെ എഫക്റ്റ് ഇങ്ങേർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ എന്തായാലും ഇത് ഗീതു മോഹൻദാസിന് ഒരു സൈഡ് ഇതിൻ്റെ അകത്ത് പറയാനുണ്ടാവും. കാരണം ഇത് ഒബ്ജക്റ്റിഫിക്കേഷൻ അല്ല, അല്ലെങ്കിൽ ഫെമിനിസമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നുണ്ടാവും കഥയിലൂടെ. ഈ ടോക്സിക് എന്നുള്ള സിനിമ എടുത്താലും മനസ്സിലാവും പുള്ളിക്കാരത്തി എന്തൊക്കെയോ ഫിലോസഫിക്ക് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഡയലോഗൊക്കെ ഭയങ്കര ഫിലോസഫി സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, കഥയോ കോണ്ടൻറ്റോ എന്തായിക്കോട്ടെ, അത് നിങ്ങൾ മേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നൊരു സാധനം. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് കണ്ടൻറ്റ് എന്ത് സാധനം ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. കാര്യം പറഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേനും പഴയ നമ്മുടെ ഫൈറ്റ് ക്ലബ്ബ് സിനിമ ഉണ്ടല്ലോ, ആ ഒരു ക്ലൈമാക്സ് ഒക്കെ അതേപടി അടിച്ചു മാറ്റിയിട്ട് കോപ്പി ചെയ്തിട്ട് ഈ ഒരു പടത്തിൻ്റെ അതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്ലൈമാക്സ് ഒക്കെ ഇച്ചിരി ഹൈലൈറ്റഡ് ആയിട്ട് തന്നെയാണ് നിർത്തിയേക്കുന്നത്. പക്ഷെ അതുവരെ എത്തിച്ചു വെച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് നറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറയാം, ഈ ഒരു കിയാർ അദ്വാനിയുടെ ഒരു ഡയലോഗൊക്കെ ഉണ്ട് ഫസ്റ്റത്തെ തന്നെ, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിൽ ചുമ്മാ ഓവർ ഡ്രമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്ത് ആളുകൾ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തൊട്ട് ഫസ്റ്റത്തെ ഡയലോഗ് തൊട്ട് ഈ പരിപാടിയുണ്ട്. ഈ ഡയലോഗ് പറയുന്ന എല്ലാം നെടുനൂളൻ ഡയലോഗുകളാണ്. ഈ ഡയലോഗുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹെവി മാസ് എഫക്റ്റ് കൊണ്ടുവരാനാണ്. പക്ഷെ ആ ഒരു സാധനമൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഇവരുദ്ദേശം എന്താണെന്നറിയോ, ഈ പുള്ളിക്കാരത്തി KGF പടം കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് മാസ് ഡയലോഗുകൾ യശ് പറയുന്നുണ്ട്, അതിനൊക്കെ നല്ല എഫക്റ്റ് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറേ ഡയലോഗ് കയറിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അസ്ഥാനത്താണ് എല്ലാം വരുന്നത്. ഐ മീൻ കഥയായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ആളുകൾക്ക് ആ കഥയിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല ഒരു തരത്തിലും. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇന്ന് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വാച്ചായിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഈ പടത്തിനകത്തുള്ളൂ. കഥ നടക്കുന്നൊരു യൂണിവേഴ്സിലാണ്. ആ യൂണിവേഴ്സ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട്, ഓഡിയൻസിനെ കണക്ട് ചെയ്യിക്കാനായിട്ട് ഒരു പോയിന്റിലും ഈ പടത്തിന് സാധിക്കുന്നില്ല. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ പ്രശ്നം. കുറേ ആളുകൾ വേറൊരു തരത്തിൽ പറഞ്ഞു കേട്ടു, വളരെ മോശമായിട്ടുള്ള രംഗങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിനിമയും കാണാൻ പറ്റില്ല. അതല്ല അതിനകത്തെ പ്രശ്നം. ഓക്കെ, ആ മോശപ്പെട്ട കാര്യം കാണിച്ചതോ അതിൻ്റെ കോണ്ടൻറ്റോ പോലും അല്ല, നിങ്ങളത് എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതിലാണ് മെയിൻ പ്രശ്നം കിടക്കുന്നത്. എന്ത് സാധനം കാണിച്ചാലും ഈ നാട്ടിൽ കാണാൻ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, മാർക്കോ എന്നുള്ള സിനിമ ഇറങ്ങിയത് വിജയിച്ചത് അതിൻ്റെ ഭയങ്കര വലിയ എക്സാമ്പിളാണ്. മാർക്കോയിൽ എന്താ കാണിക്കുന്നത്, പറഞ്ഞ വലിയ ആദർശപരമായിട്ടുള്ള ഒരു പരിപാടിയല്ല കാണിക്കുന്നത്. വെട്ടുകുത്ത് കൊല അറക്കൽ ഈ പരിപാടി മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ ആർട്ടിസ്റ്റിക്കലി എടുത്തതുകൊണ്ട് പടം വിജയിച്ചു. ഇതെന്താണ് കാണിച്ചത്, വെട്ടുകുത്ത് തോന്നിയാസം എല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷെ അത് പടം എടുക്കാൻ മറന്നുപോയി. ഓക്കെ, ആ ഒരു കോണ്ടന്റ് അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ ഫെമിനിസം പരിപാടികളൊക്കെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പുറത്ത് അതിൽ മാത്രം ഒഴുകിയിരുന്നുകൊണ്ട് പ്രസൻറ്റേഷൻ എന്നുള്ള കാര്യം സംഭവം കൈവിട്ടു പോയി. അതാണ് സംഭവം. സ്ക്രിപ്റ്റിൽ തന്നെ സംഗതി പോയി. അപ്പോൾ പിന്നെ മേക്കിങ്ങിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പറഞ്ഞാൽ കുറേ മേക്കിംഗ് വെച്ചിട്ടൊക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സ്ക്രിപ്റ്റ് ഇതാണ്, ഇതിലെന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മാതിരി പരിപാടിയാണ് മൊത്തത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ പടം സേവ് ചെയ്യാനായിട്ട് യാഷ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. യാഷിൻ്റെ ഭീകരമായിട്ടുള്ള ആക്ടിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല. പടം സ്ക്രിപ്റ്റ് ഇതാണ്,
ഇതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. മാതിരി കാര്യങ്ങളൊക്കെയാണ് പടത്തിൻ്റെ അകത്ത് ത്രൂ ഔട്ട് നടന്നത്. എനി ഹൗ ഒരു പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് അതിൽ 30 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി സംഗതി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് ഒരു ഭാവി ഇല്ല എന്നുള്ളത് മനസ്സിലായി. അതായത് ഇത് തന്നെയാണ് പടത്തിൻ്റെ അത് സംഭവിച്ചിട്ടുള്ളത്. എനി ഹൗ ഒരു ഡിസാസ്റ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പടം. സോൾ ത്രൂ ഔട്ട് ഇതൊക്കെയാണ് പടത്തിനകത്ത് മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ ബെറ്റർ ആയിട്ട് എടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആക്കാമായിരുന്ന സാധനമായിരുന്നു. ഒരു തരത്തിലും ഹോപ്പില്ലാതാക്കി കളഞ്ഞു. ക്ലൈമാക്സിലാണ് കുറച്ചേലും പിടിക്കാൻ ശ്രമിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു രീതിയിലാണ് പടത്തിൻ്റെ അവസ്ഥ.